കരിയറിന്റെ തുടക്കത്തിൽ ബോഡി ഷേമിംഗ് നേരിട്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തുകയാണ് നടൻ വിജയ് സേതുപതി. തമിഴിലും ബോളിവുഡിലുമാണ് ബോഡി ഷേമിംഗ് നേരിട്ടതെന്നും താരം വ്യക്തമാക്കുന്നു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയ് സേതുപതിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, സിനിമയിൽ ഇത്തരത്തിൽ ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുള്ള ഒരുപാട് നടന്മാരുണ്ട്. പിന്നീട് അവർ വലിയ ഓരോ സിനിമയുടെയും തിളങ്ങുന്ന സ്റ്റാറുകളായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. വിജയ് സേതുപതിക്ക് എവിടെ എപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള ബോഡി ഷേമിംഗ് നേരിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്? എന്താണ് തുറന്നു പറച്ചിലിന്റെ പൂർണ്ണരൂപം? അക്ഷയ്, കൃത്യമായും ഏത് സിനിമയിൽ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ബോഡി ഷെയിം നേരിട്ടതെന്ന് വിജയ് പറയുന്നില്ല. പക്ഷേ വിജയ് സേതുപതി പറയുന്നത് തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തിൽ ഇത്തരത്തിൽ ബോഡി ഷെയിമിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് തമിഴ് സിനിമാ മേഖലയിലും ബോളിവുഡിലും ഇത്തരത്തിൽ താൻ ബോഡി ഷെയിമിംഗ് നേരിട്ടു എന്നാണ് വിജയ് സേതുപതി പറയുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ 2004-2006 കാലഘട്ടത്തിലാണ് വിജയ് സേതുപതി തമിഴ് സിനിമയിൽ കുറച്ച് നല്ല വേഷങ്ങളിലൂടെ ശ്രദ്ധേയനാകുന്നത്. ഈ കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ വിജയ് സേതുപതി ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബോഡി ഷെയിമിംഗ് അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്നത്. എന്തായാലും ഈ 2012 ജനുവരി 12 പുറത്തിറങ്ങാനിരിക്കുന്ന കത്രീന കൈഫ് മുത്തുള്ള മേരി ക്രിസ്മസ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലാണ് ഒരു ദേശീയ മാധ്യമത്തിന് വിജയ് സേതുപതി ഇതുപോലെ ഒരു അഭിമുഖം നൽകിയത്. തനിക്ക് ബോളിവുഡിലും അതുപോലെ തന്നെ തമിഴ് സിനിമാ മേഖലയിലും ഒരുപോലെ ബോഡി ഷേമിംഗ് നേരിട്ടു. ഈ സമയത്ത് ഈ പൊതുചടങ്ങുകളിലും സിനിമാ മീറ്റിങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നതിൽ താൻ വിട്ടുനിൽക്കാറുണ്ടായിരുന്നു എന്നാണ് വിജയ് സേതുപതി പറയുന്നത്. താൻ ഇത്തരത്തിൽ ശ്രദ്ധിച്ചിരുന്നു. താൻ ചെരുപ്പ് ചപ്പലിട്ട് വരുന്നത് പോലും പലരും നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമ പ്രൊമോഷൻ അല്ലെങ്കിൽ സിനിമ ചടങ്ങുകളിൽ നിന്നും താൻ വിട്ടുനിന്നിരുന്നു. പക്ഷേ താനായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിലയിൽ വളർന്നു വന്ന ഒരു നടനായി മാറിയതെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട്. ആരാധകർ തന്നെ ഏറ്റെടുത്തുവെന്നും വിജയ് സേതുപതി പറയുന്നു. എന്തായാലും കരിയറിന്റെ തുടക്കകാലത്ത് നേരിട്ട ഒരു ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് നടൻ ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിജയ് സേതുപതി പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടനാണ് വിജയ് സേതുപതി എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ രാഷ്ട്രീയവും ഒക്കെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളതുമാണ്. ഏതു തരത്തിൽ ഈ ബോഡി ഷേമിംഗ് അനുഭവപ്പെട്ടു, ഏതു തരത്തിൽ മാറ്റി നിർത്തപ്പെട്ടു, അവഗണിക്കപ്പെട്ടു എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടോ? അദ്ദേഹം അത് പറയുന്ന ഒരു സാഹചര്യം, ഈ അഭിമുഖത്തിൽ പറയുന്ന ഒരു സാഹചര്യം, അതെങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെയുള്ള വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ് ലഭ്യമാവുന്നുണ്ടോ? ഒരു വിവേചനത്തിന്റെ കാര്യമൊന്നും വിജയ് സേതുപതി എടുത്തു പറഞ്ഞില്ല. പക്ഷേ തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചെരുപ്പിട്ട് വരുന്ന തൻ്റെ ശൈലിയെക്കുറിച്ചുമായിരുന്നു പലരും തന്നെ ബോഡി ഷേമിംഗ് വിധേയനാക്കിയതെന്നാണ് വിജയ് സേതുപതി പറയുന്നത്. പക്ഷേ ആരാണെന്നോ ഏത് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണെന്നുള്ള കാര്യമൊന്നും വിജയ് സേതുപതി പറയുന്നില്ല. തൻ്റെ വസ്ത്രധാരണമാണ് പലരെയും ചൊടിപ്പിച്ചതെന്നും വിജയ് സേതുപതി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷേ താൻ ഈ വസ്ത്രധാരണമാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, താൻ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഒരു ബോഡി ഷേമിംഗും തന്നെ പിന്നോട്ട് അടിച്ചിട്ടില്ലെന്നും വിജയ് സേതുപതി ഉറപ്പിച്ച് പറയുന്നു. താൻ എങ്ങനെയാണോ തൻ്റെ കരിയറിന്റെ തുടക്കകാലത്ത് വന്നിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സിനിമ പ്രൊമോഷൻ ആയാലും അല്ലെങ്കിൽ മറ്റു പൊതുചടങ്ങുകൾക്കായാലും അതേ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം വിജയ് സേതുപതി പറയുന്നുണ്ട്. കാരണം തൻ്റെ താരത്തെ അല്ലെങ്കിൽ തൻ്റെ നടനെ തിരിച്ചറിയുന്നത് സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് അവരോടൊപ്പം മുന്നോട്ട് പോകാനാണ് താൻ ശ്രമിക്കുന്നതെന്നും കരിയറിന്റെ ഏത് ഉന്നതിയിലെത്തിയാലും തന്നെ അവരെ മറക്കാനില്ലെന്നുമാണ് വിജയ് സേതുപതി പറയുന്നത്. എന്തായാലും മുംബൈയിൽ വെച്ച് നടന്ന ഒരു പത്രസമ്മേളനത്തിലായിരുന്നു മേരി ക്രിസ്മസ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിലാണ് ഇത്തരത്തിൽ താരം തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്.